ചളിയും വെള്ളമൊക്കെ കുഞ്ഞാപ്പല്ല പോണത്. എന്താ പിന്നെ കണ്ടിട്ട് മിണ്ടാതെ പോണത്? മറ്റത് അങ്ങനല്ലല്ലോ. അവൻ കണ്ടാലും ഓടി വരണതാണല്ലോ. ഇപ്പൊ ഇന്ന് എന്ത് പറ്റിയ അവനിക്ക്? ഏടാ കുഞ്ഞാപ്പോ, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വന്നിട്ട് പോ, ഇവിടെ വാ. ആരാണ്? അബ്ബാക്കല്ലേ അത്? എന്തിനാണ് ഇപ്പൊ അയാൾ വിളിക്കുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മുണ്ടാതെ പോവുകയായിരുന്നു എന്നെ കാണ്ടാച്ചിട്ട്. എന്തിനാ ഇപ്പൊ അയാൾ ഇങ്ങനെ വിളിക്കുന്നത്? ഒരു ഉപകാരവും ഇല്ല. വിളിക്കും, കുറെ ഉപദേശം തരും, പണിക്ക് പോണോ അങ്ങനെ എങ്ങനെയാണ്. ആ ഉപദേശം ഇങ്ങനെ കേട്ടാ മതി. എന്തായാലും പോയേക്കാം. എന്താടാ കുഞ്ഞാപ്പ ആളെ കണ്ടിട്ട് മിണ്ടാതെ പോണത്? മറ്റത് അങ്ങനെയല്ലല്ലോ. ഈ കാണുമ്പോഴത്തേന് ഓടി വരുമല്ലോ. എന്താ ഇപ്പൊ ഞങ്ങൾക്ക് എന്റെ മടുത്ത? അല്ലാ ബുക്കാ, നിങ്ങളെ മറത്തിട്ട് മറന്നിട്ടൊന്നല്ല. ഞാൻ ഓരോരോ ചിന്തയിൽ ഇങ്ങനെ പോവേന്ന്. അപ്പൊ നിങ്ങളുള്ളത് ഞാൻ കണ്ടിട്ടില്ലട്ടാ, അതുകൊണ്ടാണ്. എല്ലടാ കുഞ്ഞാപ്പോ, ഇജ്ജ് അങ്ങോട്ട് പോണതും കണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണതും കണ്ട്. ഇജ്ജിപ്പോ എവിടുന്നാ വരണത്? ബുക്കാ, ഞാൻ മൂത്താപ്പാടത്ത് പോയതാണ്. 2 ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത്. ഇങ്ങോട്ട് പറയണാ, മൂത്തുമാക്ക് പനിയാത്രേ. ഇപ്പൊ ഉണ്ടല്ലേ പുതിയൊരു സാധനം ഇറങ്ങിയിട്ട്, കൊറാണ്ട് 1588 ഒന്നുമില്ലേ, അതാവുന്നു സംശയം പറഞ്ഞു മൂത്താപ്പ. അപ്പൊ ഞാൻ ജീവൻ കൊണ്ടിട്ട് ഓടി വന്നതാണ് എൻ്റെ അബുക്ക. പോന്നത് നന്നായി, അല്ലെങ്കിൽ കൊറോണന്റെ ഏടത്തി തന്നെ അനക്ക് പെടുമായിരുന്നു. ഇവിടെ പോന്നേതായാലും നന്നായി. വേഗം പെരയിലേക്ക് പോയിക്കോ. ഏടത്തി ഉണ്ടല്ലേ, കൊറേ മറ്റേ അഞ്ചത്തിന്ന് വന്നിരുന്നില്ലേ കൊറോണന്ന് പറഞ്ഞിട്ട്. എനിക്കും തോന്നി ഓളെ ഏടത്തി ആവൂലേ. എന്തായാലും ഞാൻ അവിടെ വർത്താനം പറഞ്ഞിരിക്കണില്ല. ഇമ്മാനായിട്ടുണ്ട് വന്നതല്ലേ തെറ്റിട്ട്. അപ്പൊ ഉമ്മാന്റെ അടുത്ത് കാണാൻ പോട്ടെ ഞാന്. എന്തിനാടാ കുഞ്ഞാപ്പ ഉമ്മാനായിട്ട് കയറ്റിയത്? അതൊന്നല്ല അബുക്ക, നിന്റെ കല്യാണത്തിന്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ കാര്യം. ഞാൻ പോട്ടെ എന്നാ മൂപ്പരാൾക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ച് പോയിക്കോ കുഞ്ഞാപ്പാന്ന് വിളിച്ചൂടെ? എത്ര മൂപ്പളെ പേരൻ്റെ മുന്നിലല്ലേ ഞാൻ. വല്ലാത്ത മനുഷ്യന്മാരെന്നെ. മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മൂത്താപ്പാടെ പോയിട്ട് ഒന്നും കുടിക്കുകയും ചെയ്തിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കൊടുത്ത അനുഭവം എനിക്ക് നന്നായിട്ടുണ്ട്. ആ പാത്രമെങ്കിലും തിരിച്ചു കിട്ടിയത് എന്റെ ഭാഗ്യം. വല്ലാത്തൊരു കുഞ്ഞാപ്പ് തന്നെയാണ്. പോവാ, ചളിയാണ്. പോയാലോ? ആരാ പോണേ? കുഞ്ഞാപ്പല്ലേ? എന്താ മുണ്ടാതെ പോണേ? ഏത് കുഞ്ഞാപ്പാ നിങ്ങൾ പറയുന്നത്? ഇജ്ജ് അറിയില്ലേ ആ ബീവിന്റെ മോനെ? അതെ. ഏടാ കുഞ്ഞാപ്പോ ഇവിടെ വന്നാ? അല്ലാ കുഞ്ചാട്ടനല്ലേ അത്? ഞാൻ പറ്റാ മറന്ന് ഓരോരോ ചിന്തയായിട്ട് ഇങ്ങനെ പോവല്ലേ. ഇതാ വരുന്നു ഞാന്. ബീബാത്തുവിന്റെ മോനില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ പാടെന്താ? ബീബാത്തുവിന്റെ മോനൊക്കെ തന്നെ. ഇമ്മാക്ക് എന്ത് പാട്? ഇമ്മാക്ക് പരമസുഖവും. എനിക്കല്ല ആരും ഇല്ലാത്തത്. എന്ത് പറഞ്ഞാലും ഇമ്മ കേക്കണ്ടേ? ആടെ കുഞ്ഞാപ്പോ, അനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടൂ. അതന്നെ എല്ലാരും പറഞ്ഞത്. കുറച്ച് കാത്തുന്നാലും നല്ലൊരു പെണ്ണിനെ കിട്ടൂലേ. അതാണ് എന്റെ മനസ്സിലുള്ള ആകെ ഒരു ആഗ്രഹം. ഇജ്ജിപ്പോ എവിടുന്നാ വരണേ? അതൊന്നും പറയണ്ട കുഞ്ചേട്ടാ, ഞാൻ മൂത്തുമാടെ പോയതാണ്. അത് പറയണെങ്കിൽ കൊറേ പറയാനുണ്ട്. ആ കുഞ്ഞാപ്പൂ ഞാൻ ഇന്നൊരു പഴം എടുത്തു കൊടുക്കാൻ. കുഞ്ഞാപ്പോ പഴം ഒന്നാക്കണ്ട. ഇക്കറിഞ്ഞ പൈച്ചീട്ട് നിക്കാൻ വയ്യ. ഞാൻ ഒന്നും തിന്നിട്ട് ഒന്നുമില്ല. നന്നായുള്ളൂ. എടാ ആക്കാതെ പിടിച്ചു തിന്നണ്ട, ചങ്കിലിരിക്കൂ. ചങ്കിലിരിക്കാനൊന്നുമില്ല, ഒക്കെ വയറ്റിലേക്ക് എത്തിക്കണ്. സംസാരിച്ചിരുന്നോളൂ, ഞാൻ പോയി. കുഞ്ചാട്ടാ, എന്നാ ഞാൻ പോവാണ് കേട്ടാ. നമുക്ക് ഇനി പിന്നെ കാണാം. വല്ലാത്തൊരു കുഞ്ഞാപ്പുവാണ്.
ഒന്ന് തിന്നു വിചാരിച്ച് 3 തിന്ന്. പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കഷ്ടകാലം. ഉണ്ണിയേട്ടാ എന്താ ഇവിടെ വായക്ക പൊട്ടിക്കാണ്? ആരാണിത്? കുഞ്ഞാപ്പോ? അല്ല, ഞാൻ അവിടെ ഭാഗത്ത് പുല്ലരിയാൻ പോയിരുന്നു. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞല്ല ഈ എവിടേക്കാ പിന്നെ മൂത്താപ്പാന്റെ അവിടേക്ക് പിന്നെ തെറ്റിപ്പോയിക്കണെന്ന്. ഇമ്മ അങ്ങനൊക്കെ പറഞ്ഞു. ഈ ഇമ്മ ഇനി നിന്നെ നാണം കെട്ടോലെ പഠിച്ചോനെ. ഇപ്പൊ എന്താ ചെയ്യാ? അതൊന്നും പറയണ്ട എന്റെ ഉണ്ണിയേട്ടാ, അതൊരു കഥയാണ്. ആ കഥ ഞാനൊന്ന് കേക്കട്ടോ കുഞ്ഞാപ്പോ. അതെന്താ എന്നും പറഞ്ഞ കഥ തന്നെ. എന്റെ കല്യാണക്കാരില്ലേ, പറഞ്ഞ് ഇമ്മ ശരിയാക്കിയാണ്ടേ. അപ്പൊ ഞാൻ ഉമ്മാനായിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ മുത്താപ്പാർക്ക് പോയതാണ്. പക്ഷെ അവിടെ നിക്കാൻ പറ്റിയില്ല. അതെന്താ കുഞ്ഞാപ്പോ? എന്റെ മൂത്താപ്പയും മൂത്തമ്മയല്ല അവിടെ, എനിക്കെന്താ അവിടെ നിന്നാല്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? ആ കൊറോണ ഇല്ലേ പണ്ട് വന്നില്ലേ, അതിന്റെ ഏടത്തിയാന്ന് തോന്നുന്നു വലിയൊരു കൊറോണ വരുന്നുണ്ടത്രേ. അപ്പൊ മൂത്താപ്പനോട് പറഞ്ഞ് അവിടെ കൊറോണൊക്കെ വരുമെന്ന്. അപ്പൊ ഞാൻ ജീവൻ കിട്ടിയാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടതാണ്. ഞാൻ പോകട്ടാക്ക നേരല്ല. അത് ശരി. മൂത്താപ്പ ഈ ചെക്കനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാവോ? എല്ലാതിപ്പോ എന്താപ്പോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ അത്ര വലിയ കൊറോണ ഒന്നും ഇപ്പൊ വരണമൊന്നുമില്ല.